ഹലോ ബണ്ണി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നല്ലേ? എന്താ നമ്മുടെ പടത്തിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ? ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. എന്ത്? അല്ല, ഈ സ്ക്രിപ്റ്റ് നമ്മുടെ വിജയണ്ണന് വേണ്ടിയിട്ട് എഴുതിയിട്ട് പുള്ളി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് താൻ എൻ്റെ അടുത്ത് വന്നല്ലോ അല്ലേ? ഒരിക്കലും അല്ലേ. അല്ല, നാട്ടിലൊക്കെ അങ്ങനെ ഒരു ചെറിയ സംസാരമുണ്ട്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. അല്ല, നമ്മുടെ തെരു സിനിമയിൽ 3 നായകന്മാരെ താൻ പോസ്റ്റ് കാണിച്ചിട്ട് ഒരാളെ സിനിമയിലുള്ളായിരുന്നു. മെർസലിനകത്താണെങ്കിൽ 2 പേരെ കാണിച്ചിട്ട് 3 പേര് സിനിമയിലുണ്ടായിരുന്നു. ബിഗിലിൽ 4 പേരെ പോസ്റ്റ് കാണിച്ചിട്ട് 2 പേര് പടത്തിൽ. അതുപോലാണോ ഇത്? ഇതിലങ്ങനെ അല്ലണ്ണ. എന്നാ ഓക്കെ, താൻ സ്ക്രിപ്റ്റ് വായിക്കി. ഓക്കെ. അപ്പോൾ അണ്ണാ, ഇതാണ് സംഭവം. 4 ജനറേഷൻ പാരലൽ വേൾഡ് കേൾക്കുമ്പോൾ തന്നെ ചാർജ് ആകുന്നുണ്ട്. ആണല്ലേ? ഇത് നമുക്ക് പൊളിക്കണം. അണ്ണന് വീണ്ടും ഒരു നാഷണൽ അവാർഡ്, അതാണ് എൻ്റെ ലക്ഷ്യം. എന്ത് നാഷണൽ അവാർഡ്? ഇത്തവണ എനിക്ക് ഓസ്കാറാണ് ലക്ഷ്യം. അത് പിന്നെ ഉറപ്പല്ലേ. പിന്നെ ആകെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്തൊരു ഗ്രാൻഡ് ഫാദർ, ഒരു ഫാദർ, പിന്നെ 2 മക്കൾ. ഇതൊക്കെ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് എൻ്റെ ഡൗട്ട്. ഞാനിവിടെ ഉള്ളപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേറെ ആളെ നോക്കണോ? അയ്യോ, അണ്ണൻ്റെ ക്യാരക്ടറല്ലേ മെയിൻ. ഞാൻ ബാക്കിയുള്ള 3 ക്യാരക്ടേഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതെല്ലാം ഞാൻ തന്നെ ചെയ്തോളാം. ഓസ്കാറൊക്കെ കിട്ടണമെങ്കിൽ അമ്മാതിരി പെർഫോമൻസ് വേണം. അതുകൊണ്ട് ഈ 4 ക്യാരക്ടേഴ്സും ഞാൻ തന്നെ ചെയ്യാം. പിന്നല്ല, ഇത് നമുക്ക് പൊളിക്കണം. ദീപികയാണ് ഹീറോയിൻ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇതിൻ്റെ ഷൂട്ട് എപ്പോൾ തുടങ്ങും? നമ്മുടെ ഇൻസ്റ്റയിലെ പിള്ളേർ ഇതിനകത്ത് വിൽ സ്മിത്ത് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ആദ്യം അതിനൊരു തീരുമാനമാകട്ടെ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഓക്കെ, സെറ്റ്. അപ്പോൾ ശേഷം ഭാഗം സ്ക്രീനിൽ.